ഇന്നലെ ജാസ്മിന്റെ ഉപ്പയും ഉമ്മയും വന്ന ഒരു സമയത്ത് റസ്മിൻ ആകെ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുന്ന കാണാം. ആ ഒരു ഹോട്ടൽ റൂം ടാസ്കിന്റെ ഇടയിൽ റസ്മിന് ഫിസിക്കൽ അസോൾട്ട് നടത്തിയത് നമ്മൾ കണ്ടതാണ്. അപ്പം അതിന് ഈ റസ്മിന് നല്ല കുറ്റബോധമുണ്ട്. അന്ന് മദേഴ്സ് ഡേയുടെ അന്ന് പോലും അമ്മക്ക് എഴുതുന്ന ആ ഒരു കത്തില് റസ്മിൻ ഇങ്ങനെ പറയുന്നുണ്ട്, ഉമ്മ ജാസ്മിന്റെ ഉപ്പയെയും ഉമ്മയെയും വിളിച്ച് സംസാരിക്കണം, ഞാൻ ക്ഷമ ചോദിച്ചതായിട്ട് പറയണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ ജാസ്മിന്റെ പാരൻസ് ഹൗസിലേക്ക് വരുന്ന സമയത്തും റസ്മിന്റെ മനസ്സിൽ അതുണ്ടായിരുന്നു. അപ്പം ജാസ്മിന്റെ ഉപ്പ റസ്മിൻ അത് മനസ്സിലാക്കിയിട്ട് റസ്മിന്റെ അടുത്ത് വന്നിരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, മോളെ റസ്മിൻ, ഒരു കാര്യത്തിലും നീ വിഷമിക്കരുത്, അതിലൊന്നും ഉപ്പാക്കും ഉമ്മാക്കും ഒന്നും ഒരു ടെൻഷനില്ല, അതൊക്കെ ഒരു ഗെയിമിന്റെ ഭാഗമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു ഇതുണ്ടാകും, അതിലൊന്നും വിചാരിച്ചിരിക്കേണ്ട. അതിനുശേഷം റസ്മിനെ ഇങ്ങനെ ചേർത്ത് നിർത്തിയിട്ട് തലയിൽ ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. അതേസമയം ഇന്നലെ ജാസ്മിന്റെ പാരൻസ് വീട്ടിൽ വന്നു പോയതിനു ശേഷം ഒരുപാട് പേര് ജാസ്മിന്റെ ഉപ്പയൊക്കെ വിമർശിക്കുന്നുണ്ട്. ഇപ്പൊ ജാസ്മിൻ പുറത്തിറങ്ങുന്ന സമയത്ത് ജാസ്മിൻ അറിയാൻ പറ്റും, ഒരുപാട് നെഗറ്റീവ്സ് ജാസ്മിനെതിരെ, ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് വരുന്നുണ്ട്, ട്രോള് വരുന്നുണ്ട്, ഒത്തിരി പേര് വിമർശിക്കുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു പാരൻസ് എന്നുള്ള നിലയിൽ ജാസ്മിനെ ചേർത്ത് നിർത്താനേ അവർക്കും പറ്റൂ. ഇന്നലെ ആ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ജാസ്മിൻ ഒരുപാട് കാര്യങ്ങൾ ഫാദർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നീ ഇവിടെ എല്ലാവരോടും റെസ്പെക്റ്റ് ആയിട്ട് സംസാരിക്കണം, അതുപോലെ അഫ്സൽ പുറത്ത് കാത്തിരിക്കുന്നുണ്ട്, അങ്ങനെ കുറെ പ്രതീക്ഷകളൊക്കെ ജാസ്മിന് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ അത് ക്ഷമിക്കാൻ ഏറ്റവും കഴിവുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ നമ്മുടെ പാരൻസ് തന്നെയാണ്. അത് തന്നെയാണ് ജാസ്മിന്റെ ഉപ്പയും ഉമ്മയും ചെയ്തത്. അപ്പൊ ഇത്രയും നെഗറ്റീവ്സ് ഒക്കെ ഉണ്ടെന്ന് വിചാരിച്ചു അവർക്ക് ഒരിക്കലും അവരുടെ മക്കളെ തള്ളിക്കളയാൻ പറ്റില്ല. അവർക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്.